ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം 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 പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയണം. അതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയാം. നിങ്ങള് ഞാൻ ചൊല്ലിയ ആദ്യത്തെ 2 ശ്ലോകം കേട്ടിട്ടുണ്ടാവും. ഗുരു ബ്രഹ്മ, ബ്രഹ്മാവ് ഗോഡ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാ പറയാം. നമ്മളൊക്കെ ക്രിയേറ്റീവാണ്. വലിയ ക്രിയേഷനാണ് ഇപ്പൊ അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ. പിന്നുള്ളത് ഗുരു വിഷ്ണു, കർമ്മത്തിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ക്രിയേറ്റിവിറ്റി. അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള. അപ്പൊ എപ്പോ നിങ്ങൾ കർമ്മം ചെയ്യുന്നു അപ്പോഴൊക്കെ ലക്ഷ്മി വരുന്നതാണ്. അതുകൊണ്ടാണ് കാശുണ്ടാക്കുന്നത്. പിന്നെ ഗുരുദേവോ മഹേശ്വര, അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട സമാധാനമാണ്. അതാണ് സമാധി. അതിലെത്തുന്നതാണ് ശിവന്റെ. ഞാൻ സമാധി മാസ്റ്ററാണ്. ഹിമാലയൻ ട്രഡീഷൻ, സ്വാമി രാമയുടെ ശിഷ്യനാണ്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു സ്വാമി രാമയുടെ ശിഷ്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ വേദത്തിന്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ സാധിച്ചത് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെ കൂടെ നടന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കിട്ടിയ അദ്ദേഹം PhD എന്നൊക്കെ പറയുന്നത് പെർസ്പിറേഷൻ, ഹ്യൂമിലിയേഷൻ ആൻഡ് ഡിഗ്രഡേഷൻ എന്നാ പറയുന്നത്. പാസ് വിത്ത് ഹൈ ഡിഫിക്കൽറ്റി. പിന്നെ ഇനീഷ്യലി TP ആയി പോയതുകൊണ്ട് വലിയ ഗുണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ചെറുപ്പത്തില് എന്റെ പേര് തല്ലിപ്പൊളി എന്നായിരുന്നു. TP എന്ന് വിളിച്ചത് തല്ലിപ്പൊളി ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. ജനിച്ച നാട് ഇദ്ദേഹം പറഞ്ഞതുപോലെ വലിയ നല്ല നാട്ടിലൊന്നുമല്ല. നമ്മൾക്കൊക്കെ പരിചയമുള്ള, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള, രക്ഷപ്പെടണേ എന്ന് എല്ലാ ഹിന്ദുക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചത്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരിധി നടുവിൽ. ഞാൻ, എന്റെ നാട്ടിന്റെ പേര് നടുവിൽ എന്നാണ്. അപ്പൊ എന്റെ ധാരണ വൈക്കത്തുള്ളവരൊക്കെ വൈക്കത്തിന് രക്ഷപ്പെടണം, അങ്ങനെയൊക്കെ ചൊല്ലാണ്. ഈ നരകത്തിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പുറത്തു കൊണ്ടി വന്ന ആളാണ്. പിന്നെ കുറേ വർഷത്തിന് ശേഷമാണ് തിരിച്ചോടെ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ 2009 വിട്ടു. പക്ഷെ അതിനു മുമ്പ് ആദ്യകാലങ്ങളിൽ ഡൽഹിയുള്ളപ്പോൾ എന്നെ കുറെ പ്രഭാഷണത്തിന് വിളിച്ചവരൊക്കെ സെന്റിപ്പിക്കാനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രോഗ്രാമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡൽഹി ചെയ്തത്. അപ്പോഴാണ് ഏതോ നായര് കണ്ടുപിടിച്ചത് ഇയാൾ നമ്പ്യാരാണ്, ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടുപോയി അന്ന് TK നായരും ഈ പറഞ്ഞ TP ശ്രീനിവാസനും ഒക്കെ ഡൽഹിയിൽ ഇരിക്കുന്ന കാലത്താണ് ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. കാരണം എന്റെ അവസാനം വാലില്ലല്ലോ, നമുക്ക് വാലില്ലാത്ത ആളായതുകൊണ്ട് കണ്ട അങ്ങനെ തോന്നുന്നുണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ടായിരിക്കും അല്ലേ? പണ്ട് മന്നത്ത് പത്മനാഭൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലർ കണ്ട തിരിച്ചറിയില്ല. നായന്മാരിലും ചില ചൊവ്വന്മാരുണ്ട്, ചൊവ്വന്മാരിലും ചില നായന്മാരുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. അദ്ദേഹം സെക്രട്ടറി ഔപചാരികരുടെ പേരിൽ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെയാണ്. പക്ഷെ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ ക്ലാസ് എടുത്ത് ശീലിച്ചതുകൊണ്ട് പരിചയമുള്ള സച്ചിനെ നന്നായിട്ട് ഇപ്പൊ പരിചയപ്പെട്ടു. പിന്നെ വായിച്ചു, കുറെ കഥയൊക്കെ കേട്ട് പരിചയപ്പെട്ടു. എന്നെ ആദ്യമായിട്ട് ഈ ബോംബെയിൽ വന്ന് കണ്ട ഒരു നായരമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇദ്ദേഹം കുറുബ്ജിയാണ് എന്നെ കൊണ്ടുവന്ന് കണ്ടു അല്ലേ. അന്ന് താജിൽ താമസിക്കുന്ന സമയത്ത് കുറേ സമയം ഞങ്ങൾ ഇന്ന് സംസാരിച്ചു. അങ്ങനെയാണ് ഈ ബോംബെയിലുള്ള നായർ ആദ്യം പരിചയപ്പെടുന്ന ഒരു നായരമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യം അബദ്ധത്തിലാണ് ഹരികുമാർജിയെ പരിചയപ്പെട്ടത്. അബദ്ധത്തിലാണ് പരിചയപ്പെട്ടത്. അടുത്തിരിക്കണ്ടായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെട്ടോ. അവിടെ എന്നെ എത്തിച്ചതും ഈ ബന്ധങ്ങളൊക്കെയാണ്, കുറിപ്പൊക്കെയാണ്. ഇപ്പോ അദ്ദേഹത്തെ കേൾപ്പാൻ ചെയ്ത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ജീവിതത്തിലെ ഇപ്പൊ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് വ്യവസായങ്ങൾ ചെയ്യാൻ. വ്യവസായം ചെയ്യാൻ മാത്രമൊന്നുമല്ല, വിദ്യാഭ്യാസത്തിലും. ഞാൻ റിട്ടയർമെന്റിന് ശേഷം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ടെക്നോളജി
അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പോയിരുന്നു. കാസർഗോഡ് സ്കൂൾ തുടങ്ങാനുള്ള അതിൻ്റെ ഫൗണ്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. 2 വർഷം യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ്, അത്ര ഈ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ എറണാകുളത്ത് സെന്റ് തെരേസാസ് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ എന്നെ പുറത്താക്കുന്ന ഓർഡർ വരുന്നത്. അപ്പൊ ജഡ്ജി എനിക്ക് അന്ന് ഈ വാട്സപ്പ് ഒന്നുമില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു മൊബൈലിൽ, നിങ്ങളുടെ വെർഡിക്റ്റ് എഴുതാൻ പോവാണ്, എന്താ എഴുതേണ്ടതെന്ന്. നമ്മളടുത്ത സുഹൃത്തുക്കളാണ്, നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. എറണാകുളത്ത് ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ അമ്മയുടെ അമ്മാവന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ടി പി കേളു നമ്പിയാർ ആണ് എൻ്റെ അമ്മയുടെ അമ്മാവൻ. അപ്പൊ അദ്ദേഹം വലിയ ബാരിസ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ LLB ഒക്കെ പഠിച്ചു പോയത്. അബദ്ധത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ളപ്പോൾ അത് കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ പഠിച്ചു പോയതാണ്. ഇപ്പൊ രാജശേഖരൻജി പറഞ്ഞത് ശരിയാണ്, കേരളം വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും നല്ല ഒരു നാട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇന്ത്യയുടെ GDP നോക്കിയാൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ GDP ഉണ്ടാക്കുന്നത് ബോംബെയിലാണ്, ആണോ അല്ലയോ? കേരളം വലിയ പ്രോഗ്രസിംഗ് ആണെന്നൊക്കെ പറയണം. ഞാൻ ഒരു മാനേജ്മെന്റ് പ്രൊഫസറാണ്, അപ്പൊ എന്റെ ആ സ്വഭാവം വരാണ്ടിരിക്കില്ല, അനലൈസ് ചെയ്യും. കേരളത്തിന്റെ സ്ഥിതി എന്താന്ന് പറയുന്നത് 22ാമതാണ്. അപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളിതൊക്കെ പറയണ്ടേ, പക്ഷെ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ കാരണം? ആരും ആലോചിക്കില്ല എന്നാണ്. പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് വണികീശർ എത്ര പേരോ കടന്നിവിടെയുള്ള ധനം കവർന്നും കുറേ ധനം കൊണ്ടുപോയിട്ടുണ്ടെന്നാ പറയുന്നത്, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ആരോമലാമതിനു താക്ഷശേഷമില്ല സുരോഗ്രരശ്മികൾ ആഴിയോടെ എന്തെടുക്കാൻ. എല്ലാ ദിവസവും സൂര്യപ്രകാശം കടലിലെ വെള്ളം ആവിയാക്കി കൊണ്ടുപോയാലും തിരിച്ചിവിടെ തന്നെ ഒഴുകുണ്ടല്ലോ, ഇല്ലേ? കേരളത്തിലെ കാശുകളൊക്കെ എവിടെയാന്ന് ചോദിച്ചാൽ കാശൊക്കെ പുറത്താണ്, എല്ലാം പുറത്തുള്ളവരാണ്. അത് അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് പോകണു, എവിടെയാ വരുന്നത് എവിടെയാ പോണോ ഒന്നും കാണാൻ പറ്റില്ല. കേരളത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആയിട്ടുള്ള PNC മേനോന്റെ കൂടെയാണ് ഞാൻ ഗവൺമെന്റ് ജോലി വിട്ട് ആദ്യം പോയി ജോലി ചെയ്തത്. PNC മേനോന്റെ കൂടെ 2 വർഷം. എന്റെ ആദ്യത്തെ അക്കാഡമിക് റിസർച്ചിന് 2 വർഷം എനിക്ക് കാശ് തന്ന അദ്ദേഹം. എന്ത് ചെയ്യാൻ പറ്റും ഒരു വില്ലേജിലെ വിദ്യാഭ്യാസം മാറ്റാൻ എന്ന് പറഞ്ഞ് എനിക്ക് വിട്ടു തന്നു. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ബില്ല് തന്നാ മതി, എന്താ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കില്ല എന്ന്. അങ്ങനെ PNC മേനോന്റെ കൂടെ 2 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. പക്ഷെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ക്ലാസ് വെച്ച ദിവസം ഹർത്താലുള്ള ദിവസമാണ്. പക്ഷെ കേരളത്തിൽ പലർക്കും അറിയില്ല. നിങ്ങൾക്കൊക്കെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാവും, ഇല്ലേ? ഹിന്ദി വാക്കാണല്ലോ ഹർത്താൽ, അല്ലേ? എല്ലായിടത്തും തല. കേരളത്തിൽ ആരോടെങ്കിലും ചോദിച്ചു വെച്ചാൽ അർത്ഥം എന്താണ്? അർത്ഥം അറിയാതെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം. ആരോട് ചോദിച്ചു നോക്കൂ, ഹർത്താൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞോണ്ടിരിക്കുക. മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് 2ാമത്തെ മലയാളത്തിലെ അക്ഷരം. എന്ത് ചോദിച്ചാലും അങ്ങനെയാണ്. അതെങ്ങനെയായി അങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ആയി പോയതുകൊണ്ടാണ്. എന്താ കാരണം? വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്ക് പറയാം. പക്ഷെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി വരുന്ന കുറെ കുബുദ്ധികളുടെ ഒരു നാടും കൂടിയാണ് കേരളം. മാറ്റാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പോലെയുള്ള പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ഇന്റലക്ച്വലിയും സോഷ്യലിയും സ്പിരിച്വലിയും ഇപ്പൊ കേരളത്തെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികളും ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കോഴിക്കോട് സർവകലാശാലയിലെ സനാതന ധർമ്മ ചെയർ തുടങ്ങാനുള്ള ആ കാലത്ത് ഫയൽ പെൻഡിങ്ങിലായിരുന്നു കുറെ കാലം. ഞാൻ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ്, ഹസ്നൈനാണ് അന്ന് വൈസ് ചാൻസലർ, നമ്മളാണ് പുഷ് ചെയ്തത്. ചിദാനന്ദപുരി സ്വാമി വരാത്ത ദിവസം വ്യാഴാഴ്ച ഞാനാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മളടുത്ത ബന്ധുള്ളവരാണ്. അപ്പൊ കുറെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുള്ള ഒരു നാടാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ സന്യാസിമാരെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു നാടുണ്ടെന്ന് ആലോചിക്കും, ഇല്ലേ? മാതാവൃതാനന്ദമയ്യമ്മ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞാൻ എറണാകുളത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 50,000 ആൾക്കാർ ഓഡിയൻസ്. എന്റെ ആദ്യത്തെ 2000-ലൊക്കെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വലിയ ആർഷജ്ഞാനോത്സവത്തിന്റെ പ്രഭാഷണം.
ചിന്മയാനന്ദ സ്വാമികള്. ആലോചിച്ചു നോക്ക്, എത്രയോ മഹാരഥന്മാരുള്ള സ്ഥലമാണ്, എന്നിട്ടും എന്ത് കേരളം ഇങ്ങനെ. ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം. ക്രിസ്തുമത ഛേദനം വായിച്ചവർ എത്രയുണ്ട് എനിക്കറിയില്ല, കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം. എന്ത് നല്ല പുസ്തകമാണെന്ന് പറയും, ക്രിസ്തുമത ഛേദനം. ഇങ്ങനെ ഛേദിച്ചിട്ട് ഒരു പഠനം നടത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഭാരതത്തിലില്ല എന്ന് പറയും. ഒരു കാലത്തും വിവേകാനന്ദ സ്വാമികൾ വന്നു, ടാഗോർ വന്നു. ആലോചിച്ച് നോക്കുക, ഇവരൊക്കെ നാട്ടിലേക്ക്, മഹാത്മാഗാന്ധിയെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ള, വിവേകാനന്ദ സ്വാമികളെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള പ്രഗത്ഭന്മാര് ലോകത്തിന്റെ പല ഭാഗത്തും. ഇത്രയും പ്രഗത്ഭന്മാര് ആ കാലത്തൊക്കെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് എന്തിനാണ്? ചെറിയ ഒരു നാട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണവും. പക്ഷെ പലപ്പോഴും അത് ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം ബാലകൃഷ്ണൻ ജി സെക്രട്ടറി എനിക്കൊരു ചെറിയൊരു ചിറ്റ ചോദിച്ചു, ഇപ്പൊ നായരും എന്ത് വിളിച്ചാ നായരനല്ലേ, എന്നെ വൈകയാറാണോ എന്നെ അയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പണ്ട് കാലത്ത് നായർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ സ്പെൽ ചെയ്ത സമയത്ത് എന്നെ അയ്യാറല്ല, എന്നെ YERഉം ARഉം ഒക്കെയാണ്. അത് അവർക്ക് പറ്റിയ അബദ്ധമാണ്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതുമ്പോൾ നായർ എന്ന് എഴുതിയപ്പോ എന്നെ അയ്യാറുണ്ട്. പണ്ടാരും ഒരു കഥ പറയാറുണ്ട്, ഏതൊരാൾ ഫസ്റ്റ് മിസ്റ്റർ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി ഏതൊരു നാട്ടിലേക്ക്. പറഞ്ഞു, കമ്മ്യൂണിറ്റിക്ക് യു കനോട്ട് സെൻഡ് എ ലെറ്റർ, ഓൺലി പേഴ്സൺ യു ക്യാൻ സെൻഡ് ലെറ്റർ. അല്ലെ, ഇപ്പൊ നാട്ടിൽ പോയിട്ട്, എന്റെ നാട്ടിൽ പോയിട്ട് നമ്പ്യാരുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ എന്റെ ഏട്ടന്റെ വീടേ കാണിച്ചു കൊടുക്കുള്ളൂ. കാരണം അതാണ് നമ്പ്യാർ. വേറെ ബാക്കി എല്ലാവരും നമ്പ്യാന്മാരാ, പക്ഷെ അയാൾ നമ്പ്യാരാണെന്ന് അറിയപ്പെട്ടിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ ലീഡർ എന്ന് പറഞ്ഞ ആരാ? ഒരു ലീഡറേ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? അത് അതുപോലെ അതൊരു സ്റ്റാമ്പായിട്ട് വരുന്നതാണ്. അപ്പൊ ചില നായന്മാർക്കൊക്കെ നായർ എന്നുള്ള പേര് തന്നെ ഉണ്ടാവും, അതൊരു സ്റ്റാമ്പാണ്. അങ്ങനെ മഹാരഥന്മാരുടെ നാടാണ് ഇവിടെ. മലബാർ ഹില്ല് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ പറയണ്ടായി പട്ടാളക്കാരാണ് നായന്മാരെന്ന്. എന്തുകൊണ്ടാണ് ബോംബെയിൽ ഇത്രയും കൂടുതൽ നായന്മാരുള്ളതെന്ന് അറിയും? 2-3 സംഭവങ്ങളാണ്. ഒന്ന്, ഇവിടെ മിലിറ്ററിയുടെ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. അതിലേക്ക് വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. നേവിയിലുള്ള പല ഓഫീസർമാരും നായന്മാരായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഡൽഹിയിൽ എല്ലാം നായന്മാരായിരുന്നു ഒരു കാലം. പക്ഷെ ഇന്ന് ബീഹാരികളാണ്, ഇന്ന് ഫുൾ ബീഹാരികളാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത് MSc. കുറെ കാലങ്ങൾക്ക് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി അന്വേഷിച്ചത് എന്തുകൊണ്ടാണ്, അന്നൊന്നും ബീഹാരികളില്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് ബീഹാർ എന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിൽ. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ഒരു സംശയം, ഇവരെവിടെയോ എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നുണ്ടാവും, അത് കോപ്പി അടിച്ചിട്ട് വരുന്നുണ്ടാവും. എന്നിട്ടൊരു കമ്മിറ്റി പോയി അന്വേഷിച്ചു എവിടുന്നാണ് ഇവർ വരുന്നത്. അവിടെയൊക്കെ IIT പോകാൻ പറ്റാത്തവര് IITയിൽ പോകാൻ പറ്റുന്നവരെ IITയിലേക്ക് പറഞ്ഞേക്കും, NITയിലേക്ക് പറഞ്ഞേക്കും. അത് പറ്റാത്തവരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് സെന്ററുകൾ സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഇല്ല. ഉണ്ടോ? നേവൽ അക്കാഡമിയില്, ഏഴിമല നേവൽ അക്കാഡമിയിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുത്താൽ കേരളത്തിൽ ഒരു കുട്ടി പോലും ഇല്ല കുറെ കൊല്ലങ്ങളായിട്ട്. നമ്മുടെ നേവൽ അക്കാഡമി പയ്യന്നൂർ, ഞാൻ പയ്യന്നൂർക്കാരനാണ്. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ വിട്ടിട്ട് എറിഞ്ഞിട്ട് പോയി, സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും നല്ല കുറെ കാശുണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ മക്കൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിക്കാതെ വെച്ചിട്ട്. നല്ല പോലെ പഠിക്കാൻ കഴിവുള്ള, നല്ല സ്ഥാനങ്ങളിലെത്താൻ കഴിഞ്ഞിട്ടുള്ള നമ്മൾ അങ്ങനെ അല്ലാതായി പോയി എന്നുള്ളതാണ് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. 25ാമത്തെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സമയം 25ാമത്തെ വർഷമൊക്കെയാണ്. അപ്പൊ അതില് നല്ലൊരു പ്രപ്പോസലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ബിസിനസ് അത്യാവശ്യമാണ്. ഹിന്ദു ബിസിനസ് ഫോറം ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കാറിലാണ്, 1-2 ക്ലാസ് കൊടുക്കാൻ എടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലില് ഹിന്ദു ബിസിനസ് ഫോറം. ഇവിടെ നമ്മുടെ കുട്ടികൾ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് വരാറുണ്ട്, പക്ഷെ വരുന്നതിൽ മിക്കവാറും ബുദ്ധിമുട്ടുള്ളവരെ കാണുന്നത് നമ്മുടെ ഈ സവർണ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണെന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നില്ല എന്നാണ്. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, നമുക്ക് റിസർവേഷൻ ഇല്ലല്ലോ. എന്തിനാ റിസർവേഷൻ? യു മസ്റ്റ് ഗോ വിത്തൗട്ട് റിസർവേഷൻ. നമുക്ക് അറിയണം എനിക്ക് കഴിവുണ്ട് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അഭിമാനം നമുക്കുണ്ടാവും. അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ്. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ.
വൈസ് ചാൻസലർ ആയൊക്കെ അബദ്ധത്തിലായതാ സത്യം പറഞ്ഞ. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് പോയി. ആ കോൺഫറൻസിന് പോയ സമയത്ത് ഏറ്റവും വലിയൊരു പുതിയൊരു ടെക്നോളജിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അത് ബാംഗ്ലൂരിൽ നടക്കുന്ന കോൺഫറൻസിന് പോയി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ഒരാളെ തപ്പി നടക്കുകയാണ്. അപ്പം വന്ന് സംസാരിച്ച സമയത്ത് 3-4 അമേരിക്കയിലുള്ള സയന്റിസ്റ്റുമാരൊക്കെ എന്റെ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ സ്റ്റാളിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, അവരെ കാണാനൊക്കെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം സജസ്റ്റ് ചെയ്ത് തീരുമാനിച്ചാണ് ഇയാൾ വൈസ് ചാൻസലർ. ആ ഒരു 10 മിനിറ്റുള്ള ഇന്ററാക്ഷൻ ആണ്. ഇതുവരെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുമില്ല, എന്റെ ബയോഡാറ്റ അവരുടെ കയ്യിൽ ഇല്ലതാണ്. അപ്പൊ നമ്മള് അറിയേണ്ടത്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം എന്നാണ്. ഓരോ നിമിഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് കൃത്യമായിട്ട് ചെയ്യാം. നല്ല ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ. നമ്മളൊക്കെ അങ്ങനെ ആവണം. വെറുതെ സമയങ്ങൾ ഇപ്പൊ എന്റെ സമയം എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് ആരുടെ സമയം എടുക്കാൻ പറ്റില്ല. പറ്റുമോ? എന്റെ സമയം എനിക്കുള്ളതാണ്, നിങ്ങളുടെ സമയം നിങ്ങൾക്കുള്ളതാണ്. ആരാരുടെ സമയം എടുക്കണേ? ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് കുറെ പ്രാവശ്യം അനൗൺസ് ചെയ്തു. എന്താ അനൗൺസ് ചെയ്തത്? ഇത് കഴിഞ്ഞ 2 മണിക്കൂർ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇടയിൽ വരുന്ന എന്താണ് അല്ലെ, സർക്കസിന്റെ ഇടയിൽ വരുന്ന കോമാളികളെ പോലെയാ പ്രഭാഷകന്മാര്. മഹാബോർ പരിപാടിയാന്ന് നമുക്ക് പറയാം. പിന്നെ എന്തിനാ വരുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല, കുറച്ചു പേരൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരെങ്കിലും ബോംബെയിൽ ആരെങ്കിലും അറിയോ? ഇല്ല. എല്ലാ ദിവസവും അറിയുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ സ്പോക്ക് ടു മില്യൺസ് ഓഫ് ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് എന്റെ പേര് TPS. മില്യൺസ് ഓഫ് ടീച്ചേഴ്സ്. ഇത്രയും അധികം കുട്ടികളോട് സംസാരിച്ചിട്ടുള്ള ഒരാളെയും കാണില്ല, ഒരു സ്ഥലത്തും കാണില്ല. കാരണം എല്ലാ ദിവസവും കുട്ടികളുമായിട്ടാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ, അത് മാത്തമാറ്റിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും ജിയോഗ്രഫി ആയാലും മൈക്രോബയോളജി ആയാലും അങ്ങനെയാണ്. ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ ആ കോൺഫറൻസിന് പോകുന്ന എന്തിനാണ്? അവിടെയും നമുക്ക് കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റും. 2 നോബൽ ലോറേറ്റും ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. പോയി കാണാന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? ആണോ അല്ലയോ? അതിനുവേണ്ടി പോയതാ. എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ 2 നോബൽ ലോറേറ്റ്സ് നമ്മുടെ ഭാരതത്തിൽ വരുമ്പോ എത്ര പേര് അറിഞ്ഞിട്ട്, നമ്മുടെ എത്ര കുട്ടികൾക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരുന്നു? ആർക്കും അറിയില്ല. അത് വരുന്നുണ്ടെന്ന് കേട്ടാൽ അവിടെ പോവുക, അറ്റൻഡ് ചെയ്യുക, അവരെ കാണുക, അവരോട് സംസാരിക്കുക. എന്നിട്ട് പടം എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ സെൽഫി കൊണ്ടൊന്നും കാര്യമില്ല. നമുക്കുള്ളിൽ കിട്ടുന്ന ഒരു ധർമ്മബോധം, ഇവരൊക്കെ നമ്മൾ അവരിൽ നിന്നൊക്കെ പഠിക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ട്. കൽക്കട്ടയിൽ പോകുന്ന സമയത്ത് ടാഗോറിന്റെ വീട്ടിൽ പോവാം. എന്റെ ഒരു കവിതാ പുസ്തകം റിതം ഓഫ് ലൈഫ്, അതിനകത്ത് ഒരു കവിത, പണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ള പഴയ കവികളെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ബ്രിട്ടനിലൊക്കെയാണ്. അപ്പൊ ബ്രിട്ടനിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരുടെ വീടിന്റെ ഒക്കെ വറാന്തയിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ് എന്റെ സുഖം. അവിടെ ഇരിക്കുമ്പോ അവരിവിടെ വെച്ചാണല്ലോ ഈ കവിതകൾ എഴുതിയത് എന്നറിയുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു ബോധം, ആ ബോധം എനിക്ക് എന്റെ അമ്മയോട് തോന്നുകയും എന്റെ നാട്ടിനോട് തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത്. ഇപ്പൊ മദർ ടങ് ഒന്നുമില്ല, അതർ ടങ് മാത്രമേ ഉള്ളൂ ഇല്ലേ? എത്ര പേർക്ക് മദർ ടങ്ങില് കൃത്യമായിട്ട് എഴുതാൻ പറ്റും? വളരെ ചുരുക്കമാണ് അടുത്ത ജനറേഷൻസ്. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണ്. വെളിയിൽ താമസിച്ചാലും ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മദർ ടങ് പഠിക്കേണ്ടത് അമ്മയ്ക്കത് അറിയുമെങ്കിൽ എന്തായാലും മക്കൾക്ക് പറയാം. അതറിയില്ല എന്ന് പറയുന്നത് വലിയൊരു കഴിവായിട്ട് കാണുന്ന. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പ്രഗതി മൈതാൻ ഉണ്ടല്ലോ അല്ലെ. പ്രഗതി മൈതാൻ എന്ന് പറയുന്നത് വലിയ ഫേമസ് അല്ലേ, പ്രഗതിയാണല്ലോ അല്ലേ. അപ്പൊ അവിടെ മലയാളം സ്റ്റാളിൽ നിൽക്കുന്ന നല്ല ഈ വേഷമൊക്കെ നല്ല മലയാളി വേഷം തന്നെയാണ്. അപ്പൊ സംസാരിക്കുന്നതൊക്കെ ഹിന്ദിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹിന്ദി പറയരുത്, മലയാളം പറയണം. കുറച്ചറിയാം. ഞങ്ങൾ കുരക്കാണ്ടൊക്കെ പറയണം. ഞങ്ങളുടെ നാട്ടിലെ കുരക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലേ. കുറച്ച് പറയണ്ട, കുറക്കാണ്ട് പറഞ്ഞാൽ മതി. അതുപോലും അറിയില്ല. അത് വലിയ വേഷങ്ങളിലൊക്കെ കാണാം. പക്ഷെ അല്ലേ, ലുക്കിംഗ് ഗുഡ് ഈസ് നോട്ട് ഗുഡ്. പിന്നെന്താണ്? ലുക്കിംഗ് ഗുഡ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മൾക്കിടുന്ന ഒരു മാസ്ക് ആണ് പേഴ്സണാലിറ്റി. ഇപ്പൊ എല്ലാവരും ലുക്കിംഗ് ഗുഡ് ആണ്. കുറച്ച് പനിയൊക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കും ഫീലിംഗ് ഗുഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഫീലിംഗ് ഗുഡും നല്ലതല്ല, ലുക്കിംഗ് ഗുഡും നല്ലതല്ല. പിന്നെന്താ നല്ലത്? ഗുഡോ?
ബീയിങ് ഗുഡ് ആണ് നല്ലത്. നന്മ ഉണ്ടാവണം. അതെവിടെ ഉണ്ടാവണം? നമ്മുടെ രക്തത്തിൽ ഉണ്ടാവണം, മനസ്സിലുണ്ടാവണം, ബുദ്ധിയിൽ ഉണ്ടാവണം, നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ടാവണം, നമ്മുടെ ലോകത്തും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അത് ഭാരതീയ ധർമ്മത്തിലെ സ്വധർമ്മം. എന്റെ ധർമ്മം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് എന്റെ ധർമ്മമുണ്ട്. എന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. അത് ആദ്യത്തെ എന്റെ ധർമ്മമാണ്. എന്റെ കാലും കൈയും എന്റെ ശരീരം ആകെ ശുദ്ധമായി സൂക്ഷിക്കാനുള്ള എന്റെ കഴിവിനെയാണ് സ്വധർമ്മം എന്ന് പറയാം. എന്റെ ബുദ്ധി ശുദ്ധമാക്കണം, എന്റെ മനസ്സ് ശുദ്ധമാക്കണം. ശങ്കരാചാര്യ പറഞ്ഞ മനം ദർപ്പണ സമാനം എന്നാണ്. മനസ്സിനെ ദർപ്പണം പോലെ ശുദ്ധമാക്കണം എന്നാണ്. നമുക്ക് ദർപ്പണമില്ല, നോക്കിയാൽ ഒന്നും കാണില്ല, ഒക്കെ പൊടി പിടിച്ച് കിടക്കുക. അതൊന്ന് ശുദ്ധമാക്കിയാൽ തന്നെ ലോകം നന്നായി എത്തണം. മനം ദർപ്പണ സമാനം, മനസ്സ് ദർപ്പണമാണ്. ബുദ്ധി ഷാർപ്പാവും. സ്വാമി വിവേകാനന്ദ സ്വാമികളൊക്കെ ഒരു ബുക്ക് വായിക്കാൻ എന്ത് എളുപ്പമെന്ന് അറിയും? വളരെ എളുപ്പം. ഈ 25ാമത്തെ ഗ്ലോബൽ നായർ സമിതിയുടെ പ്രോഗ്രാമുകളിൽ ഞാൻ ഡൽഹിയിലുള്ളപ്പോ ഡൽഹി NSSന്റെ 25ാമത്തെ പ്രോഗ്രാമിൽ ഞാൻ ശശി തരൂർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എഴുതിയ ലൈഫ് ഓഫ് ലവ് എന്ന പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഇതേപോലെ ഞാൻ പ്രഭാഷണം നടത്തി തിരിച്ചു പോയപ്പോഴത്തേക്കും ആ കവിത 27 കവിതകളാണ്. 27 കവിതകളെ കുറിച്ചും പടപടാന്ന് എന്നോട് പറഞ്ഞു. വായിച്ചു കഴിഞ്ഞു. അത്ര എളുപ്പം, ഫാസ്റ്റ് ആയിട്ടാ വായിക്കാം. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. അവരുടെയൊക്കെ കൂടെ ജീവിക്കുക. എന്റെ ഒരു കവിത ഉണ്ട് അതിനകത്ത്. എല്ലാവരും ഒന്ന് കൈവയ്ക്കും. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമുള്ളവരാണെങ്കിൽ കൈതാത്തു ഇല്ല അല്ലേ? എപ്പോഴും സന്തോഷമാണോ? ആണോ? അങ്ങനെ നിങ്ങൾ ഭ്രാന്തന്മാർ. എപ്പോഴും സന്തോഷം ആർക്കെങ്കിലും ഉണ്ടാവും? ഇല്ല. പക്ഷെ ഓവറോൾ സന്തോഷാണ്. അയ്യോ ഈ ജന്മം ഒന്നിനും കൊള്ളില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളവരുണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലയോ? എസ് ഓർണോ? അങ്ങനെയാണെന്ന് കൈവയ്ക്കേ. എന്നിട്ട് തലയിൽ വെച്ചിട്ട് പറയാം എന്റെ ജന്മം തൊലഞ്ഞു പോയി. അല്ല, നമ്മളങ്ങനല്ലേ പറയാം, എന്റെ ജന്മം തൊലഞ്ഞു പോയതാ. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു കവിത എഴുതാൻ തോന്നിയത്. കവിത, മില്യൺസ് ഓഫ് സ്പേം ഫ്രം ദ ഫാദർ ഗെറ്റ് ഇൻടു ദ മദേഴ്സ് എഗ് ആൻഡ് ഓൺലി വൺ സ്പേം ടേക്ക് ബർത്ത് ആൻഡ് ദാറ്റ്സ് മീ. കോടാനുകോടി ബീജങ്ങള് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോ ഒരു ബീജം മാത്രം ജനിക്കുന്ന ആ ജന്മമാണ് ഈ ഞാൻ. ആണോ അല്ലയോ നമ്മളൊക്കെ? എസ് ഓർണോ? ഈ കവിത കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാ, കാരണം ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള കവിയൊന്നും അല്ലല്ലോ. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? 3 Idiots എന്ന് പറഞ്ഞ മൂവിയില്. ആ സിനിമയില് ആരുടെ അത്? അമീർ ഖാൻ. അദ്ദേഹത്തിന്റെ പ്രൊഫസർ ആയിരുന്നു ഒരു മേനോൻ. ആ മേനോന് എന്റെ ബുക്ക് കൊടുത്തത് അദ്ദേഹം ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചു. അത് കേട്ടു, അത് സിനിമയിൽ എടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ നമ്മളൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവര് ആദ്യം അറിയേണ്ടത് I took birth because I fought with millions of sperms. ജനിക്കാതെ പോയ കൊടാനുകോടി ബീജങ്ങളുമായിട്ട് മല്ലിട്ടിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആണോ അല്ലയോ? ഈ ജനിക്കാതെ പോയവരാരൊക്കെയാണ്? ജനിക്കാതെ പോയ എന്റെ സഹോദരി സഹോദരന്മാര്. അവരുമായിട്ടാണ് നമ്മൾ മല്ലിടുന്നത്. നായന്മാരെല്ലാരും മല്ലന്മാരാണ്. അങ്ങനെയാണ് പറയാ, നമ്മളൊക്കെ മല്ലന്മാരെന്നാണ്. അപ്പൊ ആ കഴിവ് നമ്മളിലൊക്കെ ഉണ്ട്. നമ്മളിലുള്ള കഴിവുകൾ നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോ നല്ല ഓൺട്രപ്രൈനർഷിപ്പ് ഉള്ളവരാണ്, പക്ഷെ ഇല്ലാത്തൊരു ചെറിയൊരു സംഭവം ഉണ്ട് നമുക്ക്. ധൈര്യം, ഉദ്യമം, റിപ്പീറ്റ്, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. അത് കുറെ ഉണ്ട് കൂടുതൽ. ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയെന്നാണ്. ഉദ്യമം, സാഹസം, ധൈര്യം, ശക്തി, ബുദ്ധി ഉള്ളവർക്കറിയാം, ഇല്ലാത്തവർക്കറിയില്ല. പരാക്രമം, എന്നെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ അവരെ അടിച്ചു തെറിപ്പിക്കുക എന്നുള്ള കഴിവിനെയാണ് പരാക്രമം എന്ന് പറയാം. സംസ്കൃതത്തിൽ അതാണ് അർത്ഥം. ഈ 6 ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും സക്സസ്ഫുൾ ആവാം. അതുണ്ടാവണം, ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു പലർക്കും ബിസിനസ് ചെയ്യാനുള്ള കാശുണ്ട്, പക്ഷെ എന്താ ഇല്ലാത്തത്? അതൊക്കെ എവിടെയെങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ബിൽഡിങ്ങുകളാണ് അടച്ചുപൂട്ടി കിടക്കണമെന്ന് അറിയോ? ഇപ്പൊ എനിക്കറിയില്ല. ഇപ്പൊ എന്റെയൊക്കെ ജന്മം പോയി കഴിഞ്ഞാൽ ഒരു 5 വീട് പൂട്ടി കിടക്കുന്നുണ്ടാവും. കാരണം ഞാൻ ജനിച്ച തറവാട് 200 വർഷം പഴക്കമുള്ള ഒരു തറവാട് ഒരു ഹെർമിറ്റേജ് ആക്കി മാറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ പറയാറുള്ളത് നടുവില്, എന്റെ നാട്ടിന്റെ പേര് മറക്കരുത് കേട്ടോ, നടുവിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഒരു 19 പേർക്കൊക്കെ താമസിക്കാം.
അങ്ങനെ ഒരു ഹെർമിറ്റേജ് ആക്കി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. കുറെ കുട്ടികൾ വന്ന് താമസിക്കാറുണ്ട്, കുറെ പ്രാവശ്യം വന്ന് താമസിച്ചിട്ടുള്ള ആളുണ്ട് എൻ്റെ കൂടെ. അവർ പഠിക്കാൻ വരും, അവിടെ ഒരു 10 ദിവസം താമസിക്കും, ജീവിതം പഠിക്കാൻ. ആ ജീവിതം പഠിപ്പിക്കുക എന്നുള്ള ലൈഫ് ലേണിംഗ് പ്രോഗ്രാംസ് ആണ് നടത്തിയത്. അത് ഒരു സ്ഥലം. പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ തറവാടുകളൊക്കെ പൂട്ടിയിട്ട് അനാവശ്യമായിട്ട് നശിപ്പിച്ചു കളയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു കുറേ പ്രോഗ്രാമുകൾ കേരളത്തില് പണ്ടൊരു യൂണിവേഴ്സിറ്റിയുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്, എഡ്യൂക്കേഷൻ സൂപ്പർ മാർക്കറ്റ് എന്നായിരുന്നു പ്രോഗ്രാം. ഇപ്പൊ ഏകദേശം അതേ പ്രോഗ്രാമിലേക്ക് അന്നെന്റെ സ്വപ്നമായിരുന്നു ശങ്കരാചാര്യയുടെ പേരിലേക്ക് ഒരു പ്രോഗ്രാം തുടങ്ങണം എന്നൊക്കെ. ഇങ്ങനെ വന്ന് പെട്ടുപോകുന്നതാണ്. അതിൽ നമ്മൾ തുടങ്ങുന്ന ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾക്ക് പറ്റുന്ന എന്തും പഠിക്കാം, വ്യത്യസ്തമായ കലകൾ പഠിക്കാം. ഇപ്പൊ ഫ്ലെക്സിബിൾ ലേണിംഗ് സിസ്റ്റമാണ്. അങ്ങനെ വ്യത്യസ്തമായത് പഠിച്ചൊക്കെ കൂടി ചേർത്ത് ഒരു ഡിപ്ലോമയും പിന്നെ ഒരു മാസ്റ്റേഴ്സും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിനുള്ള ഒരു സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പഠനം, ഓൺടർപ്രൈനർഷിപ്പ് വേണം, കലാബോധം വേണം. കാശ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സന്തോഷം ഉണ്ടാക്കാൻ അറിയണം. അപ്പൊ എങ്ങനെ സന്തോഷിക്കാം നമുക്ക് എന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ. പക്ഷെ താൽക്കാലികമായിട്ടുള്ള സന്തോഷമല്ല, എങ്ങനെ നമുക്ക് കുറെ കാലത്തേക്ക് സന്തോഷിക്കാൻ സാധിക്കുമെന്നതാണ്. ആ സന്തോഷങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നാലോചിക്കുമ്പോഴാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വധർമ്മമല്ല, കുടുംബധർമ്മം. പിന്നെ എൻ്റെ ഏത് കർമ്മത്തിലാണോ ആ കർമ്മത്തിലുള്ള എൻ്റെ ധർമ്മം. അത് കഴിഞ്ഞാൽ പിന്നെ ദേശത്തോടൊരു ധർമ്മം. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വധർമ്മം. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇദ്ദേഹം പ്രസിഡന്റ് ഇപ്പൊ പറയായിരുന്നു, ഇത് ചെറിയ കുട്ടികളൊക്കെ കുറെ പേര് കേൾക്കുന്നുണ്ട്. ആരും കേൾക്കണില്ല, കാരണം അവർ ഈ കലാപരിപാടിക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ആരും കേൾക്കില്ല. പറയണം, നമ്മൾ അടുത്ത ജനറേഷൻസിലേക്ക് ഇത് തുറന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറെ വേദികൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ എന്നൊക്കെയാണ് എല്ലാവരും പറയാം. പക്ഷെ എൻ്റെ ഒരു 4-5 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളത് 21ാം നൂറ്റാണ്ടിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയാനാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് 21st സെഞ്ചുറി 100 വർഷമാണ്. 100 വർഷത്തേക്കുള്ള എഡ്യൂക്കേഷൻ അല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് അടുത്ത 5 വർഷത്തേക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ലോകം മൂവ് ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 5 വർഷത്തിന്റെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ എന്തുകൊണ്ടാണ് കുറെ വർഷമായി നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ച് സംസാരിക്കുന്നു? 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പ്രോജക്ട്, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷം തീർന്നിട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് വിട്ടുകളാണ്, പുതിയ പ്രോജക്ട് ഉണ്ടാക്കണം. ഇതിങ്ങനെ നീണ്ടു പോവരുത്. വലിയ ഒരു സ്വപ്നമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. വളരെ എളുപ്പം സാധിക്കുന്ന പല സംഭവങ്ങളും നടന്നിട്ടുള്ളത് ഒരു തുടക്കം, അതാണ് ഉദ്യമം. ആ ഉദ്യമം നമുക്ക് ഉണ്ടാവണം, പ്ലാനിങ് ഉണ്ടാവണം. അത് ചെയ്യുമ്പോൾ അത് സാഹസമായിട്ട് മാറും. അതിസാഹസമാണ് ചിലപ്പോഴൊക്കെ. അതിന് വേണ്ടത് ധൈര്യവും ബുദ്ധിയും ശക്തിയുമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, നമുക്ക് സാധിച്ചില്ലെങ്കിൽ വേറെ ആർക്കാ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്ലാനിങ് നമ്മുടെ കേരളത്തിലുള്ള കാസ്റ്റുകൾ നായർ. ഞാൻ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് പണ്ട്, 2007 എഴുതിയിട്ടുള്ളതാണ്. നായർ ഡോക്ടർ TPS ഗ്ലോബൽ GNSS എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് കാണാം. അതിനകത്ത് ഓരോ ഗ്രൂപ്പിനും പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇതിനടുത്ത് അടുത്ത കാലത്ത് ഞാൻ ഇന്റർവ്യൂ കണ്ടു തമ്പുരാട്ടിയുമായിട്ട്. നിങ്ങൾക്കറിയാലോ, തിരുവിതാംകൂർ രാജവംശത്തിലെ തമ്പുരാട്ടി തന്നെയാ പറയാ, ആണോ അല്ലയോ? ഇപ്പൊ രാജവംശം ഇല്ലാത്തപ്പോ എങ്ങനെയാ തമ്പുരാട്ടി എന്ന് വിളിക്കാന്ന് ഒരു ഇന്റർവ്യൂ ചോദിച്ചു. നിങ്ങൾക്ക് വല്ല ഉത്തരവുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും അറിയോ? എന്തുകൊണ്ടാണ് രാജവംശം, രാജഭരണം ഇല്ലാത്തൊരു കാലത്തും തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് തമ്പുരാൻ എന്ന് വിളിക്കുന്നത്? ഒന്ന് പറയൂ, ആർക്കെങ്കിലും അറിയുമെങ്കിൽ. തമ്പുരാട്ടി എന്ന് പറയുന്നത് നായർ ഗ്രൂപ്പിലുള്ള ഒരു വംശമാണ്. ഞാൻ നമ്പ്യാരാണെന്ന് എനിക്ക് പറയുന്നത് പോലെ തമ്പുരാട്ടിക്ക് എന്ത് പറയാം? തമ്പുരാട്ടി എന്ന് പറയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അത് ദാറ്റ്സ് എ സബ് കാസ്റ്റ്. ഇത് അറിയാനുള്ള ബോധം പോലും നമുക്കില്ലാത്ത അവർ പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാവൂ. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് അറിയാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഭാഗമായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് അത് അറിയാനുള്ള ഒരു മാർഗമാണ് ഇത്തരം കമ്മ്യൂണിറ്റികളും സത്സംഗുകളും. ഇതൊക്കെ സത്സംഗങ്ങളാണ്.
ഞാൻ ഡൽഹിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ പല കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളൊരു ചോദ്യമാണ്, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ? പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, ഇത് ശരിയാണോ? ഒരു സയന്റിസ്റ്റ് അല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഞാൻ ഒരു പോലീസ് അസോസിയേഷനിൽ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് ടീച്ചേഴ്സ് അസോസിയേഷനിൽ ആരെങ്കിലും ആയിട്ട് വെറുപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഈ അസോസിയേഷനിൽ മെമ്പർ ആണ്, കാരണം അതാണ് എന്റെ തൊഴിൽ. ആണോ അല്ലയോ? ജന്മം കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരോട് വിരോധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അങ്ങനെയാണ്. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ഒരാളും ബാക്കി പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ഒരാളുമായിട്ട് ഒരു വിരോധവും ഇല്ല. അതൊക്കെ ആ സ്റ്റേജിൽ വരുമ്പോ, ആ ഡിസ്കഷനിൽ വരുമ്പോ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ വേണം. നല്ലൊരു ഒപ്പോസിഷൻ വേണം. അപ്പൊ ഏത് കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമുക്ക് അറിയേണ്ടത് ഒരു കുറ്റബോധം പലർക്കും അടുത്ത ജനറേഷനിലെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവരുത് എന്നാണ്. നമ്മൾ ആരാണെന്ന് നമുക്കുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ പ്രഭാഷണമൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്. വിശ്വാസമില്ലേ? ഇല്ല. ഇത് കോൺട്രഡിക്റ്റിംഗ് ആണോ? 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 വിശ്വാസമില്ല എനിക്ക്, പക്ഷെ എനിക്ക് അറിയാം ഭഗവാനെ. അറിവ് വിശ്വാസത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ എങ്ങനെ തുടങ്ങി? വിശ്വാസത്തിൽ തുടങ്ങി. എന്നിട്ട് പിന്നെ എന്തായി? പഠിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് അറിവായി. അപ്പൊ എന്തേ വിശ്വസിക്കാൻ കാരണം? വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടാവില്ല. ആദ്യം വിശ്വാസം വേണം. പഠിപ്പിക്കുന്ന മാഷിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ശ്രദ്ധിക്കുള്ളൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആദ്യം വേണ്ട ശ്രദ്ധയാണ്. ശ്രദ്ധ വേണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ആ വിശ്വാസം എവിടുന്നാ എനിക്ക് കിട്ടിയത്? എന്റെ അച്ഛനും അമ്മയും മണ്ടന്മാരല്ല എന്നുള്ള വിശ്വാസം ആണോ? അവര് വിശ്വസിച്ചിരുന്ന ഒരു സംഭവം നമ്മളും വിശ്വസിക്കണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ ലോജിക്ക് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് ഇത്തരത്തിലുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഈ PC ആവുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള ഒരു പണി മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായിട്ട് KL യൂണിവേഴ്സിറ്റി, മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഞാൻ പഠിപ്പിച്ച ലോജിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം വിഷയങ്ങളാണ്. അതാണ് ഏത് ജോലിക്കും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ലോജിക്കലി ചിന്തിക്കാൻ സാധിക്കണം. ആ ചിന്ത നമ്മുടെ ഓരോ ദിവസത്തെ ക്രിയകളെയും പ്രക്രിയകളെയും നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തെയും ഒക്കെ നന്നാക്കി എടുക്കും. ഇതൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി നമുക്കില്ല. അത്തരം പഠനങ്ങളാണ് സത്സംഗുകളിലൂടെ നടക്കേണ്ടത്. ആ സത്സംഗങ്ങൾ എന്തിനാണ് ഇന്നിപ്പോ ഇവിടെ? എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര്. ഞാൻ ഈ ഒരു അക്കാഡമീഷ്യൻ ആയതുകൊണ്ട് എന്റെ കുഴപ്പം എന്താ വെച്ചാല് ഇങ്ങനെ എഴുതുക, പഠിക്കുക എന്നുള്ളത് നമ്മളൊരു പണിയാണ്. അപ്പൊ ഇന്ന് എനിക്കറിയില്ല ഇവിടെ കളിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളിൽ ആദ്യം തുടങ്ങിയത്, ഇപ്പൊ ഈ സംഭവം നല്ല സ്ഥലമാണ്. ഞാൻ വരുമ്പോ ആദ്യം കണ്ടത് കാളിദാസന്റെ കവിതയാണ്. യക്ഷചക്രേ ജനകതനയ സ്നാനപുണ്യോദകേഷു കശ്ചിൽ കന്ത വിരഹഗുരുണ സ്വാധികാര പ്രമത്. ഈ മേഘസന്ദേശം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, എഗൈൻ നായരാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അസലായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ തമ്പുരാന്റെ അടുത്തേക്ക് മറാഠിന്ന് ഇവിടുന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ പ്രസിദ്ധ പഠനത്തിലുള്ള ആൾക്കാർ വന്നിട്ട് പറയും, ഓലയുടെ കഷ്ണം പോയിട്ടുണ്ട്, ഇതിന്റെ ബാക്കി ഒന്ന് തരുമോ? അപ്പൊ തമ്പുരാൻ അപ്പൊ എഴുതി കൊടുക്കും. ഏതോ ഒരു പുസ്തകത്തിന്റെ ഏതോ ഒരു കവിതയുടെ കഷ്ണം പോയാലും ബാക്കി ആരെഴുതി കൊടുക്കും? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതി കൊടുക്കും. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, തമ്പുരാനെ ആ ഒറിജിനൽ ഒന്ന് കാണിച്ചൂടെ, ഇത് എന്ത് നോക്കിയിട്ടാ ഇത് എഴുതണമെന്ന്. പറഞ്ഞു, കവികൾക്ക് ഒരേ വാക്കേ വരുള്ളൂ, ഇതൊന്നും എന്റെ കയ്യിൽ ഇല്ലടോ, അങ്ങനെ വരുന്നതാണ്. അങ്ങനെ എഴുതിയിരുന്ന ഒരു കവിയാണ് അദ്ദേഹം. എന്ത് അസലായിട്ടാണെന്നറിയോ? ഭഗവത്ഗീതയുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ട്രാൻസ്ലേഷൻ NN മേനോൻ എനിക്ക് ഓഡിയോ ആയിട്ട് അയച്ചു തന്നത് ഞാൻ എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ കേൾക്കാം. എന്ത് അസല ട്രാൻസ്ലേഷൻ ആണെന്നറിയോ? വ്യാസൻ എഴുതിയ അതേ രൂപത്തിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ ക്രമത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്നും തെറ്റാതെ അതേപോലെ എഴുതിയിട്ടുള്ള എന്ത് മഹാ അത്ഭുതമാണ് കേരളത്തിൽ. എത്രയോ മഹാജനങ്ങൾ വന്നിരുന്ന സ്ഥലമാണെന്നറിയോ? അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ആ കവിത്വത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് ചിലപ്പം കാളിദാസൻ എന്ന് പറഞ്ഞു പോവാറ്. അതിനെ പിന്നെ കുറഞ്ഞു പോയതാണ്. പക്ഷെ അത് പിന്നെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിരക്കളി ആദ്യം തുടങ്ങിയത് ഗണേശനിലാണ്. അത് നന്നായി. പിന്നെ അതിൽ മുല്ലപ്പൂവിന്റെ പല്ലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കാണാൻ കുറവാ അല്ലെ? ഇപ്പൊ എല്ലാരും സ്റ്റഡ് വെച്ച് കെട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണെന്നറിയില്ല. എല്ലാവർക്കും
അവളുടെ പല്ലു കണ്ടാൽ കുന്തത്തിൻ മുന പോലെ, അവളുടെ മുടി കണ്ടാൽ കാതിന്റെ കുന്നിയോളം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പാട്ടുണ്ട്. നല്ല വികട കവിതകൾ എഴുതിയിട്ടുണ്ട് പലരും. ആ അവസ്ഥയിലാണ് ഇപ്പൊ അവസ്ഥ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഈ പാട്ടിലൊക്കെ ഉള്ള വരികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ശരിക്കുള്ള ഭംഗി അങ്ങോട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ കുറത്തിപ്പാട്ട് അതിനകത്ത് മിക്സ് ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി, എത്ര പേര് ചോദിക്കുന്നത് എനിക്കറിയില്ല. ഈ തമ്പുരാനി ആദ്യം ഗണേശനെ കൊണ്ടുവന്നു. ഗണേശനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പരമേശ്വരന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഗണേശൻ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. പാർവതി അങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാല് ഇവരൊക്കെ അടിച്ചു ഓട്ടിക്കുന്നുള്ള സത്യമാണ്. കാരണം പാർവതി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പാർവതി പറഞ്ഞത് എന്റെ കുട്ടിയാണ്, പരമേശ്വരന് ഒരു ബന്ധുവില്ല അതിലെന്നാണ്. പക്ഷെ ഇവര് പറഞ്ഞിട്ടുള്ളത് പരമേശ്വര പുത്രൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ പുറത്തിപ്പാട്ട് ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, പിന്നെ തമ്പുരാനെ കുമ്പിടുന്ന പാട്ടും പാടി. ഇത് ഈ കുറത്തിയുടെ പാടിയപ്പോഴാണ് ഏറ്റവും വികൃതമായിട്ട് പാടിയത്. നിന്റെ മുടി എന്തേ ഇങ്ങനെ പോയത്, കൈ എവിടെ പോയി, വള എവിടെ നഷ്ടപ്പെട്ടു, ഇത് എന്തേ ഇങ്ങനെയൊക്കെ പോയത്, എന്തേ ചാന്ത് പൊട്ട് പോയത് എന്നൊക്കെയാണ്. ഇത് എന്തിനാ ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. പക്ഷെ ഭാഗ്യത്തിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ശരിക്കത് വിടാൻ പറ്റില്ല. കാരണം മാഷായിപ്പോയി. ഈ മാഷാവുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ഗണേശനൊരു കൊട്ടു കൊടുത്തുവല്ലോ, അല്ലെ പാർവതിക്ക് ഒരു കൊട്ടു കൊടുത്തല്ലോ. അവസാനം പറഞ്ഞില്ലേ, പാർവതിക്ക് മംഗളം പാടി അവസാനം തീർത്തു. പാർവതി എന്നെ സമാധാനിപ്പിച്ചു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. അതറിയണമെങ്കിൽ പഠിക്കണം. പഠിക്കണമെങ്കിൽ താല്പര്യം വേണം. അത് ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഗുരു ബ്രഹ്മ എന്ന് തുടങ്ങിയത് അതുകൊണ്ടാണ്. ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. എന്ത് കണ്ടാലും ചോദിക്കാം. വൈ, വേർ, വെൻ, ഹൗ, വാട്ട്, ഫോർ ഹും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചോദിച്ചു പോയാൽ മോഹൻലാൽ ചോദിച്ചു പോലെ ചോദിച്ചു പോകുന്നത്. അങ്ങനെ കുറെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എവിടെ നിങ്ങളൊക്കെ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ചുരുങ്ങി എന്ത് ഉത്തരം കിട്ടും? അല്ലേ? അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുക, അതാണ് സയന്റിസ്റ്റിന്റെ പണി. അതായിരുന്നല്ലോ നമ്മുടെ പണി. കണ്ടുപിടിക്കുകയാണ്. കണ്ടിട്ട് കാര്യമില്ല, പിടിക്കണം. അതെവിടെ പിടിക്കണം? ശരിക്കും മനസ്സ് പിടിക്കണം. പക്ഷെ മനസ്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തണം. മനസ്സ് എവിടെയെങ്കിലൊക്കെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം ഇല്ലാണ്ടിരിക്കട്ടെ. നല്ല കുറെ സുഖമുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ സത്സംഗിനും ഈ NSSനും ഇനി വരാൻ പോകുന്ന വലിയ കമ്മ്യൂണിറ്റി ഹാളിന്റെ എപ്പോഴെങ്കിലൊക്കെ വിളിക്കുകയാണെങ്കിൽ വരാട്ടോ. 25ാമത്തെ വാർഷികം കഴിഞ്ഞൊരു 50ാമത്തെ വാർഷികമൊക്കെ ആവുമ്പോ ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ഇത് ഗ്യാരണ്ടീഡ് ലൈഫാണ്. അപ്പൊ നമുക്ക് കാണാം. എന്നോട് 40 മിനിറ്റ് പറയാന്നാ പറഞ്ഞത്. 37 മിനിറ്റ് 48 സെക്കൻഡായി. ഒരു ചോദ്യം ചോദിക്കാം. ആരെങ്കിലും ഒരു ചോദ്യം? ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാണ്ട് ചോദിക്കാൻ. അടുത്തത് നമ്മുടെ ഇവിടുത്തെ ഒരു കോളേജില് കുട്ടികളുമായിട്ടുള്ള നാളെ രാവിലെ 9:30 മുതൽ 10:30 വരെ വരുമ്പോ ശരിക്കും ഉപയോഗിക്കുന്ന സമയം. ഇന്നലെ ഡൽഹിയിലായിരുന്നു. ഇങ്ങനെ യാത്രയാണ്. പാട്ട് പാടുന്ന ഞാന് എന്നോട് ചോദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതേ, എന്നു വരും നീ എന്റെ നിലാപ്പന്തലിൽ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വേറൊന്നും ചോദിച്ചില്ല. ഈ നിലാവിന്റെ കഥ പറയുമ്പോൾ ആലോചിച്ചത്, ഇതിനകത്തൊക്കെ പണ്ട് ചന്ദ്രമുഖി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാൽ നല്ല മുഖം എന്നല്ലേ അല്ലേ? ഇപ്പം ഒരു ഓണക്കാലം കഴിഞ്ഞ് ഈ ഒരു സമയമാകുമ്പോഴാണ് 2 സാറ്റലൈറ്റുകൾ അയച്ചിട്ട് ഇപ്പം ചന്ദ്രന്റെ ശരിക്ക് കുഴികളൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പൊ ചന്ദ്രമുഖി എന്നൊക്കെ പറഞ്ഞാൽ ആകെ കുഴിയും വികൃതരും ഉള്ള അവസ്ഥ അല്ലേ? അങ്ങനെ ഒരു മലയാളി പ്രോഗ്രാമിന് പോയപ്പോഴാണ്, NSS തന്നെയാണെന്ന് തോന്നുന്നു, ജയ്പൂർ പോയപ്പോ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അന്ന് മലയാള മനോരമയില് ഉണ്ടായിരുന്ന വലിയൊരു തലക്കെട്ട് ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്നാണ്. എന്തായിരുന്നു? ചന്ദ്രനിൽ വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരാൾ ചോദിച്ചു, സാറ്റലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ട്, നമ്മൾ സയന്റിസ്റ്റ് ആണല്ലോ, ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോ ചോദിച്ചു, ഈ ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്നുള്ളത് കറക്റ്റ് ആണോ? ആ ഉണ്ട്, ആ വെള്ളമുണ്ട് മാധവൻ നായർ അഴിച്ചു വെച്ചതെന്ന് പറഞ്ഞു. മാധവൻ നായർ അവിടെ ചേർന്നു. നമ്മൾ പലപ്പോഴും അധികരിച്ച് പറയാന്നുള്ളത് നമ്മുടെ ഒരു ഭാവമാണ്. അങ്ങനെ അധികരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എവിടെ പോയാലും എപ്പോ പോയാലും എങ്ങനെ പോയാലും
തിരിച്ചു വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഹൃദയത്തിലിരിക്കുന്ന ഓർമ്മയാണ് നമ്മുടെ സ്റ്റാമ്പ്. ആ സ്റ്റാമ്പ് ഉണ്ടായാൽ തിരിച്ചു വരണം എന്നൊരാഗ്രഹമില്ല. എൻ്റെ ഗുരു എന്നെ സ്ഥിരമായിട്ട് പഠിപ്പിക്കാറുള്ളത് തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല എന്ന് പ്രാർത്ഥിക്കണം. എന്താ അതിനർത്ഥം? എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു പോലീസുകാരൻ നിങ്ങളോട് പറഞ്ഞു തരും ഇടക്കിടക്ക് കാണണം. എന്താ അതിനർത്ഥം? ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു തരും ഇടക്കിടക്ക് കാണണം. എന്താ അതിനർത്ഥം? ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞു തരും ഇടക്കിടക്ക് കാണണം. എന്താ അതിനർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു പലിശക്ക് കടം കൊടുക്കുന്ന ഒരാൾ ഇടയ്ക്ക് കാണണം കേട്ടോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ബാങ്കുകാർ ഇടക്കിടക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഡോക്ടർ ഇടക്കിടക്ക് കാണണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മാഷ് ഇടക്കിടക്ക് കാണണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരാൾ മാത്രം വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതാരാന്നറിയോ? ഞങ്ങൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഏറ്റവും നല്ല ലോകത്തിലെ മെഡിറ്റേറ്റർ ആരാന്നറിയോ? കള്ളന്മാരാണ്. കാരണം അവർക്ക് ഒളിച്ചിരിക്കുമ്പോ ശ്വാസം പിടിക്കാൻ കറക്റ്റ് ആയിട്ട് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റിയ ഏകപ്പാടി. ബാക്കിയെല്ലാം ഈ പഠിക്കുന്നതൊക്കെ മണ്ടത്തരാട്ടോ, ഒരു കാര്യമില്ല. ഈ ശ്വാസം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ളത് വിട്ടുകൊടുക്കാന്നാണ് ഗുരു പറയാറുണ്ട്. നിങ്ങൾ എന്തിനാ ഈ പിടിച്ചു വെക്കുന്നത്? നിങ്ങൾ അല്ലാത്ത എയർ അത് എടുക്കാൻ വിടുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഒരിക്കലും. അതുകൊണ്ട് നിങ്ങളൊക്കെ കാത്തിരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കള്ളന്മാര് വരട്ടെയാണ്. കള്ളന്മാര് പാവപ്പെട്ടിട്ട് വീട്ടിൽ പോകാറില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം റിച്ച് ആവുന്നോ അത്രത്തോളം. അപ്പൊ എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ കള്ളന്മാരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ.